അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇണ ഹാജിറ ബീവി റളിയല്ലാഹു അൻഹ, ഇവരുടെ ആ ത്യാഗോജ്ജലമായ ആ ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട്, സ്മരണകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും ഇതാ ഒരു ബലിപെരുന്നാൾ സുദിനം നമ്മിലേക്ക് ആഗതമായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? ആറ്റ് നോറ്റ് വളർത്തിയ ഇസ്മായിൽ എന്ന കുഞ്ഞുമോനെ അറുക്കണം. ഇതാണ് സ്വപ്നം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ ഖലീൽ, കൈ പിടിച്ച് നടക്കുന്ന, ഇപ്പച്ചി എന്ന് വിളിച്ച് നടക്കുന്ന, ഓടിച്ചാടി നടക്കുന്ന ആ പ്രായം അല്ലെങ്കിൽ അതിലേറെ പ്രായമായ ഇസ്മായിൽ എന്ന കുഞ്ഞുമോനെ മലയിലേക്ക് കത്തിയും കയറുമായി കൊണ്ടുപോകുന്നു. കിടത്തി അറുക്കുവാൻ വേണ്ടി കിടത്തിയ സമയത്ത് വീണ്ടും വഹി വരുന്നു. ഓ ഇബ്രാഹീമേ, അങ്ങ് സ്വപ്നം സത്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി കുഞ്ഞിനറുക്കണ്ട. ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. എന്നോടാണോ സ്നേഹം അതോ കുഞ്ഞുമോൻ ഇസ്മായിലിനോടാണോ സ്നേഹം? അള്ളാഹ്ക്ക് അങ്ങനെ പരീക്ഷ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു പ്രകടമായ നിലയ്ക്കൊരു പരീക്ഷ നടത്തിയതാണ്. നിങ്ങൾ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ മോനെ അറുക്കണ്ട. ഇനി ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ കൊടുത്തയച്ചിട്ടുണ്ട്, അതറുത്താൽ മതി. ആലോചിച്ച് നോക്കി, ഞമ്മക്ക് ആ ബലിയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എന്താ പാഠം? അള്ളാഹുവിങ്കലിൽ ധാരാളം പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. ആ പരീക്ഷയിലൊക്കെ നമ്മൾ വിജയിക്കണം എന്നും ഇതിൽ പാഠമുണ്ട്. അല്ലാഹു തആല ആ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജിറ ബീവിയുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ഹക്ക്, പ്രത്യേകിച്ച് മുത്ത് ഹബീബിൻ്റെയും ഹക്ക്, ജാഹ്, ബറക്കത്തുകൊണ്ട് നമ്മളൊക്കെ ഇരു വീട്ടിലും രക്ഷപ്പെടുത്തി തരട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന വസിയത്തോട് നിർത്തട്ടെ. വസ്സലാം.